നമ്മൾ നേരത്തെ പറഞ്ഞ ആറന്മുളയിൽ ശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപനുമായി കൂടിക്കാഴ്ച നടത്തി ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. ആറന്മുളയിൽ ഇത്തവണ ഓർത്തഡോക്സ് വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം നടത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുമ്മനം രാജശേഖരൻ 24 പറഞ്ഞു. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ സ്ഥലത്ത് പോയി അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസന അരമനയിലെത്തി മെത്രാപ്പൊലീത്ത അടക്കം കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് ചർച്ചയായത്? കൂടിക്കാഴ്ചയിൽ വളരെ സൗഹൃദപരമായ ചർച്ചയാണ്. ഞങ്ങൾ വളരെ വർഷക്കാലമായിട്ട് സഭയുമായിട്ടുള്ള എൻ്റെ ഹൃദയബന്ധം, അടുപ്പം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ വന്ന് കാണേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതി. ഞങ്ങൾ തമ്മിൽ ദീർഘനേരം ഇരുന്ന് പല കാര്യങ്ങൾ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നിയോജകമണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, നടപ്പിലാക്കേണ്ട ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച്, ഇതേക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾ വളരെ വിസ്തരിച്ച് സംസാരിച്ചതും ചർച്ച ചെയ്തതും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞത്. ഞങ്ങളെ സഹായിച്ചതും ഞങ്ങളെ സഹായിക്കാതിരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് വലിയ തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് ഓർത്തഡോക്സ് സഭയടക്കം കൃത്യമായ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ്റെ നിലപാട് എന്താണ്? അല്ല, അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എന്നും സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. NDAക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള സമീപനമുണ്ട്. കാരണം അത് മതം നോക്കിയല്ല, മതവിശ്വാസികളുടെ നേരെ ഏതെങ്കിലും വിധത്തിലുള്ള അതിക്രമങ്ങൾ ഏത് ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നാലും മതവിശ്വാസികളോടൊപ്പം നിലയുറപ്പിക്കുക എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. അതിക്രമം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം തന്നെ പോലീസ് ശരി. അപ്പോൾ അങ്ങനെയാണ് ആറന്മുളയിൽ ഇപ്പോൾ ഓർത്തഡോക്സ് വോട്ടിന്മേലുള്ള ആർക്ക് അനുകൂലമാകുന്നുള്ള ഒരു ക്ലെയിമാണ് നടക്കുന്നത്. കുമ്മനം രാജശേഖരൻ തനിക്ക് അനുകൂലമാണെന്ന് പറയുന്നത്, വീണ ജോർജ് പറയുന്ന എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് തനിക്ക് ലഭിക്കുമെന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.